ലീഗിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നല്ല വിഷമമുണ്ട് ഈ വിഷയത്തില്. അത് നിങ്ങൾ മനസ്സിലാക്കിയോളി നേതാക്കന്മാര്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ ഏത് വിഷയത്തിലാണോ തന്തേനെ വിളിച്ചിട്ട് ആക്ഷേപിച്ചത് അതേ വിഷയത്തിൽ ഇപ്പം വന്നിട്ട് പ്രതികരിക്കുക എന്ന് ഇതൊന്ന് കേട്ടുനോക്കിയ നിങ്ങൾ. ഇദ്ദേഹത്തിന്റെ ഈ സംസാരം ഒന്ന് നിങ്ങൾ കേട്ടുനോക്കിയ. പക്ഷെ ഇപ്പൊ കളിക്കുന്ന ഉരുണ്ടുകളി ലീഗുകാരും കോൺഗ്രസ്സുകാരും ഉണ്ടല്ലോ, നേതാക്കന്മാർ ഉരുണ്ട് കളിക്കണ്ടല്ലോ, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് മനസ്സിലാവും. കേന്ദ്ര സർക്കാർ അതിന് പിന്മാറിയുള്ള ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടും ഇപ്പോഴും പറയാം സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, സബ് കമ്മിറ്റി തീരുമാനിക്കും. എനിക്കങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? മറ്റേ കമ്മിറ്റി പറയും. നിങ്ങൾ ആരെയും പൊട്ടന്മാരാക്കണേ? ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് നല്ല വിഷമമുണ്ട് ഈ വിഷയത്തില്. അത് നിങ്ങൾ മനസ്സിലാക്കിയോളി നേതാക്കന്മാര്. നിങ്ങളിത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒന്നായിട്ട് വട്ടസമ്മേളനം കൂടി ബിരിയാണി തിന്ന് നടക്കണല്ലത്. പ്രവർത്തകരുണ്ടാവും പുറത്തു കൂടെ, ഓൽക്കും ആൾക്കാരുടെ കൂടെ ഇറങ്ങി നടക്കണം. നിങ്ങളിത് ഇലക്ഷന്റെ മുന്നേ അറബിക്കല്ലെറിയും പറഞ്ഞിട്ട് ഇപ്പൊ കല്ലുമില്ല, അറബിയില്ല, ഒന്നുമില്ല. നിങ്ങളെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി. എന്താ വെച്ചാൽ വെറുപ്പിക്കല്ലേ, തമാശ അല്ല. ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞ് ഇവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, ഇവരെ നടപ്പാക്കാൻ വേണ്ടി പോകുക എന്നാന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം മുക്കം ഉമർ ഫൈസി ഉസ്താദ്. അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളികൾ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ എത്ര മോശമായിട്ടാണ് ചിത്രീകരിച്ചത് അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് ഇവരെന്നെ ഇപ്പം വന്നിട്ട് പറയാന്ന് ഇത് നടപ്പാക്കുന്നതിൽ കേന്ദ്രം പിന്മാറാന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്മാറുന്നില്ല, ഞമ്മക്കുള്ള വിഷമവും ബേജാറും ഉണ്ട് എന്നാണ് പറയുന്നത്. ആ വിഷമം അതന്നെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും മുസ്ലിം ലീഗിന്റെ സൈബർ പോരാളികൾക്കും ഇപ്പൊ മൂലക്കുരു വന്ന പോലെയുള്ളത്. മൂലക്കുരു വന്ന ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ നല്ല വേദന ഉണ്ട്, പക്ഷെ പുറത്തു പറയാൻ വേണ്ടി പറ്റുന്നില്ല. ചിലരെന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ പോലെയുള്ളവർ വന്നിട്ട് ഗതികേട് കൊണ്ട് സഹിക്കാൻ വേണ്ടി പറ്റാ ഇത് പുറത്തു വന്ന് പറയുന്നതേ ഉള്ളൂ. വല്ലാത്ത ജാതി തന്നെയല്ലേ. ഇനി എന്തെല്ലാം നമ്മൾ കാണണോ, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു, എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ.